ശ്രീരാമജയം. ഇന്ന് വാത്മീകി രാമായണം ബാലകാണ്ഡം 35-ാം സർഗം വായിക്കുന്നു. ഉപാസ്യ രാത്രിശേഷം തു ശോണാകൂലേ മഹർഷിഭി നിശായാം സുപ്രഭാതായാം വിശ്വാമിത്രോഭ്യഭാഷത. സുപ്രഭാതാ നിശാ രാമ പൂർവാ സന്ധ്യാ പ്രവർത്തതേ. ഉത്തിഷ്ഠോത്തിഷ്ഠ ഭദ്രം തേ ഗമനായാഭിരോചയ. തച്ഛ്രുത്വാ വചനം തസ്യ കൃതപൂർവാഹ്നികക്രിയ ഗമനം രോചയാമാസ. വാക്യം ചേതമുവാചഃ. അയം ശോണഃശുഭജലോ ഗാഥ പുളിനമണ്ഡിത കതരേണ പഥാ ബ്രഹ്മൻ സന്തരിഷ്യാമഹേ വയം. ഏവമുക്തസ്തു രാമേണ വിശ്വാമിത്രോ ബ്രവീദിതം ഏഷ പന്ഥാ മയോത്തിഷ്ഠോ യേന യാന്തി മഹർഷയ. ഏവമുക്താ മഹർഷയോ വിശ്വാമിത്രേണ ധീമതാ പശ്യന്തസ്തേ പ്രയാതാ വൈ വനാനി വിവിധാനി ച. തേ ഗത്വാ ദൂരമധ്വാനം ഗതേർദ്ധദിവസേ തദാ ജാനവീം സരിതാം ശ്രേഷ്ഠാം ദദൃശുർമുനിസേവിതാം. താം ദൃഷ്ട്വാ പുണ്യസലിലാം ഹംസസാരസേവിതാം ബഭൂവുർമുനയഃ സർവേ മുദിതാ സഹ രാഘവാഃ. തസ്യാസ്തീരേ തഥാ സർവേ ചക്രുർവാസപരിഗ്രഹം. തതശ്നാത്വാ യഥാ ന്യായം സന്ദർഭ്യ പിതൃദേവതാ. ഹുത്വാ ചൈവാഗ്നിഹോത്രാണി പ്രാശ്യ ചാമൃതം പദ്ധവിഃ. വിവശുർജാഹ്നവീ തീരേ ശുഭാമുദിതമാനസാഃ. വിശ്വാമിത്രം മഹാത്മാനം പരിവാര്യ സമന്തതഃ. വിഷ്ടിതാശ്ച യഥാ ന്യായം രാഘവൗ ച യഥാർഹതഃ. സംപ്രഹൃഷ്ടമനാ രാമോ വിശ്വാമിത്രമഥാബ്രവീത്. ഭഗവൻ ശ്രോതുമിച്ഛാമി ഗംഗാം ത്രിപഥഗാം നദീം. ത്രൈലോക്യം കഥമാക്രമ്യ ഗതാ നദനദീപപ്തിം. ചോദിതോ രാമവാക്യേന വിശ്വാമിത്രോ മഹാമുനി. വൃദ്ധിം ജന്മ ച ഗംഗായാ വക്തുമേവോപചക്രമേ. ശൈലേന്ദ്രോ ഹിമവാൻ രാമ ധാതൂനാമാകരോ മഹാൻ. തസ്യ കന്യാദ്വയം രാമരൂപേണാപ്രതിമം ഭുവി. യാ മേരുദുഹിതാ രാമ തയോർമാതാ സുമധ്യമാ. നാമ്നാമേനാമനോജ്ഞാ വൈ പത്നീ ഹിമവതഃ പ്രിയാ. തസ്യാം ഗംഗേയമഭവജ്യേഷ്ഠാ ഹിമവതഃ സുതാ. ഉമാ നാമ ദ്വിതീയാ ഭൂത് കന്യാ തസ്യൈവ രാഘവ. അഥ ജ്യേഷ്ഠാം സുരാ സർവേ ദേവകാര്യചികീർഷയാ. ശൈലേന്ദ്രം വരയാമാസുർഗംഗാം ത്രിപഥഗാം നദീം. ദദൗ ധർമ്മേണ ഹിമവാംസ്തനയാം ലോകപാവനീം. സ്വച്ഛന്ദപഥഗാം ഗംഗാം ത്രൈലോക്യഹിതകാമ്യയാ. പ്രതിഗൃഹ്യ ത്രിലോകാർത്ഥം ത്രിലോകഹിതകാംക്ഷിണ. ഗംഗാമാദായ തേ ഗച്ഛൻ കൃതാർത്ഥേനാന്തരാത്മനാ. യാ ചാന്യാ ശൈലദുഹിതാ കന്യാസീത് രഘുനന്ദന. ഉഗ്രം സുവ്രതമാസ്ഥായ തപസ്തേവേ തപോധനാ. ഉഗ്രേണ തപസാ യുക്താം ദദൗ ശൈലവരഃ സുതാം. രുദ്രായ പ്രതിരൂപായം ഉമാം ലോകനമസ്കൃതാം. ഏതേ തേ ശൈലരാജസ്യ സുതേ ലോകനമസ്കൃതേ. ഗംഗാ ച സരിതാം ശ്രേഷ്ഠാ ഉമാദേവീ ച രാഘവ. ഏതത്തേ സർവമാഖ്യാതം യഥാ ത്രിപഥഗാമിനീ. ഖം ഗതാ പ്രഥമം तात ഗതിം ഗതിമതാം വര. സൈഷാ സുരനദീ രമ്യാ ശൈലേന്ദ്രതനയാ. തഥാ സുരലോകം സമാരൂഢാ
വിപാപ ജലവാഹിനി. ഇത്യാർഷേ ശ്രീമദ് രാമായണേ വാൽമീകിയെ ആദികാവ്യേ ബാലകാണ്ഡേ 35 സർഗഃ സമാപ്തം. ഇന്ന് ഗംഗയുടെയും പാർവതിയുടെയും ഉത്പത്തിയെക്കുറിച്ചാണ് വിവരിക്കുന്നത്. ഷോണ നദീതീരത്തിൽ തന്നെ രാത്രിയുടെ ബാക്കി സമയത്തെ കഴിച്ചുകൂട്ടിയതിന് ശേഷം പരിശുദ്ധനായ വിശ്വാമിത്ര മഹർഷി രാത്രി കഴിഞ്ഞ് രാവിലെ പുലർന്നപ്പോൾ ഇപ്രകാരം പറഞ്ഞു: ഹേ രാമ, രാത്രി നല്ലവണ്ണം പുലർന്നു, പ്രഭാത സന്ധ്യാകാലം തുടങ്ങിയിരിക്കുന്നു. എഴുന്നേൽക്കുക, എഴുന്നേൽക്കുക, വത്സന മംഗളം, യാത്രയ്ക്കായി ഒരുങ്ങുക. അദ്ദേഹത്തിൻ്റെ ആ വാക്യത്തെ കേട്ടിട്ട് രാവിലെ ചെയ്യേണ്ടതായ കൃത്യത്തെ നിർവഹിച്ച് യാത്രയ്ക്കായി ഒരുങ്ങി. എന്നിട്ട് ഇപ്രകാരം ചോദിച്ചു: ഈ പുണ്യതീർത്ഥമാർന്ന ഷോണാനദി അല്പജലത്തോടു കൂടിയതും മണൽത്തിട്ടുകളാൽ ശോഭിക്കുന്നതുമാകുന്നു. ഹേ ബ്രാഹ്മണോത്തമ, ഏതു മാർഗത്തിൽ കൂടിയാണ് നാം കടക്കേണ്ടത്? ശ്രീരാമനാൽ ഇങ്ങനെ ചോദിക്കപ്പെട്ടപ്പോൾ വിശ്വാമിത്ര മഹർഷി ആ സമയം ഇങ്ങനെ പറഞ്ഞു: ആ മഹർഷിമാർ യാതൊരു വഴിയിൽ കൂടി പോകുന്നുവോ ആ മാർഗം തന്നെയാണ് എന്നാലും ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. വളരെ ദൂരം വഴി നടന്ന ശേഷം അപ്പോൾ ഉച്ചയായപ്പോൾ, അതായത് മധ്യാഹ്ന സമയമായപ്പോൾ, അവർ ഋഷികളാൽ വണങ്ങപ്പെട്ടതും നദികളിൽ വെച്ച് ഉത്തമവുമായ ഗംഗയെ കണ്ടു. പരിപാവന ജലമാർന്നതും അരയന്നം മുതലായ ജലപക്ഷികൾ നിറഞ്ഞതുമായ അതിനെ കണ്ടിട്ട് രഘുകുല കുമാരന്മാരോടുകൂടിയ മുനിമാർ എല്ലാവരും സന്തുഷ്ടരായി ഭവിച്ചു. ആ സമയം ആ ദിക്കിൽ അതിൻ്റെ തീരത്തിൽ വിശ്രമത്തിനായുള്ള പ്രദേശത്തെ തീർച്ചപ്പെടുത്തുകയും ചെയ്തു. അതിൽ പിന്നെ സ്നാനം ചെയ്ത് പിതൃക്കളെയും ദേവന്മാരെയും വിധിപ്രകാരം തർപ്പണം ചെയ്ത് അഗ്നിഹോത്രങ്ങളെ ഹോമിച്ച് അമൃതൊത്ത ഹവിസ്സിനെ ഭുജിച്ച ശേഷം പരിശുദ്ധമായ ഗംഗാതീരത്തിൽ മഹാത്മാവായ ആ വിശ്വാമിത്ര മഹർഷിയുടെ ചുറ്റുമിരുന്നു കൊണ്ട് കുളിർത്ത മനസ്സോടുകൂടിയവരായി വർത്തിച്ചു. ശ്രീരാമൻ ആഹ്ലാദമാർന്ന ചിത്തത്തോടു കൂടിയവനായി വിശ്വാമിത്ര മഹർഷിയോട് ഇങ്ങനെ ചോദിച്ചു: സ്വാമിൻ, 3 വഴിയായി ഒഴുകുന്ന നദിയായ ഗംഗയെപ്പറ്റി മുഴുവനും കേട്ടറിവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എങ്ങനെയാണ് 3 ലോകത്തെയും വ്യാപിച്ച് സമുദ്രത്തിലേക്ക് ഇത് ചേർന്നത്? ശ്രീരാമൻ്റെ ചോദ്യം കേട്ടപ്പോൾ വിശ്വാമിത്ര മഹർഷി ഗംഗയുടെ ഉൽപ്പത്തിയെയും വൃദ്ധിയെയും പറ്റി പറയുവാൻ ആരംഭിച്ചു. ഹേ രാമ, ഹിമവാൻ എന്നത് എല്ലാ ലോഹങ്ങളുടെയും ഉൽപ്പത്തി സ്ഥാനമായ വമ്പിച്ച പർവ്വത രാജാവാകുന്നു. അദ്ദേഹത്തിന് ലോകത്തിൽ രൂപം കൊണ്ട് തുല്യമറ്റ 2 കന്യകമാർ ഉണ്ടായി. ഹേ രാമ, മഹാമേരുവിൻ്റെ പുത്രി ഹിമവാന്റെ പ്രിയപ്പെട്ട ഭാര്യയാകുന്നു. പേരുകൊണ്ട് മേനകയെന്ന് പ്രസിദ്ധയായ അവൾ തന്നെയാണ് അവരിരുവരുടെയും മാതാവ്. ഹേ രാഘവ, മേനകയിൽ ഹിമവാന് ഗംഗ മൂത്തപുത്രിയായി ഭവിച്ചു. ഹിമവാനും മേനകയ്ക്കും 2ാമത്തെ പുത്രിയായി ഉമയും ജനിച്ചു. അപ്രകാരമായിരിക്കെ ദേവന്മാർ എല്ലാവരും ദേവന്മാരുടെ കാര്യങ്ങൾ നിവർത്തിപ്പാൻ വേണ്ടി ജ്യേഷ്ഠത്തെയും 3 വഴിയിൽ കൂടി ഗമിക്കുന്ന നദിയുമായ ഗംഗയെ തങ്ങൾക്കായി പർവ്വതരാജാവിനോട് അപേക്ഷിച്ചു. ഹിമവാൻ ധർമ്മബുദ്ധിയാൽ ത്രൈലോക്യത്തിനും മംഗളം നൽകുവാൻ ആഗ്രഹത്താൽ പുത്രിയും ലോകത്തെ പരിശുദ്ധമാക്കുന്നവളും തനിക്കിഷ്ടമുള്ള മാർഗത്തിലൂടെ ഗമിക്കുന്നവളുമായ ഗംഗയെ അവർക്കായി കൊടുത്തു. 3 ലോകത്തിനും നന്മ ചെയ്യുന്നവരായ അവർ ത്രിലോകത്തിനു വേണ്ടി ഗംഗയെ സ്വീകരിച്ച് എടുത്തുകൊണ്ട് ആഗ്രഹം നിറവേറിയ ചിത്തത്തോടെ മടങ്ങിച്ചെന്നു. ഹേ രഘുകുമാര, മറ്റൊരു പർവ്വതപുത്രിയായ യാതൊരുവൾ കന്യകയായി വർത്തിച്ചിരിക്കുന്നുവോ അവൾ തപസ്സു തന്നെ ധനമായുള്ളവളായി കഠോരമായ വ്രതാനുഷ്ഠാനത്തെ കൈക്കൊണ്ട് തപസ്സു ചെയ്തു. ആ ഗിരിസത്തമൻ ഉഗ്രമായ തപസ്സോടുകൂടിയവളായ തൻ്റെ പുത്രി ഉമയെ ലോകരാൽ വണങ്ങപ്പെട്ടവളായി തുല്യമില്ലാത്ത രൂപമാർന്നവനായ രുദ്രദേവനായിക്കൊണ്ട് വിവാഹം ചെയ്തു കൊടുത്തു. ഹേ രാഘവ, അവരിരുവരും ലോകരാൽ വണങ്ങപ്പെട്ടവർ. ആ 2 പേർ
നദികളിൽ വെച്ച് ഉത്തമമായ ഗംഗയും ഉമാദേവിയും പർവ്വതരാജാവിൻ്റെ പുത്രിമാർ ആകുന്നു. അഴകാർന്ന ഗതിയുള്ളവരിൽ വെച്ച് ഉത്തമനായ ഉണ്ണി യാതൊരു കാരണത്താൽ മൂവഴിയായി ഒഴുകുന്ന ഗംഗാനദി ആദ്യം ആകാശത്തിലൂടെ മാർഗത്തെ പ്രാപിച്ചുവോ അതിനെക്കുറിച്ചുള്ളത് എല്ലാം നിനക്കു വേണ്ടി ഞാൻ പറയപ്പെട്ടു. അപ്രകാരമുള്ള ഈ അഴകാർന്ന പർവ്വതരാജാവിൻ്റെ പുത്രി പാപരഹിതയായി വെള്ളം നിറഞ്ഞൊഴുകുന്ന ദേവനദിയായി അക്കാലം ദേവലോകത്തിൽ ആരോഹണം ചെയ്തു. ഇത്യാർഷേ ശ്രീമദ് രാമായണേ വാൽമീകിയെ ആദികാവ്യ ബാലകാണ്ഡേ 35 സർഗഃ 35 സർഗം സമാപ്തം.